ഇന്നലെ കോമഡി മുഴുവനും കാണിച്ചുകൊണ്ടേയിരുന്നത് ഷാനവാസായിരുന്നു. ഷാനവാസൊക്കെ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമുണ്ട് ഈ ബിഗ് ബോസ് ഷാനവാസിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കുന്നുണ്ട്. അതിനകത്ത് ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു ടാസ്ക് പോലെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അതിലേക്ക് ഉണ്ടെങ്കിൽ വോട്ട് ഉണ്ടാക്കണോ എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തുണ്ട് ഇതേ കണക്ക് ഷാനവാസ് പറഞ്ഞൊരു കാര്യം, അതിനെ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ആദ്യം ആൾക്കാരെ വിളിച്ചാൽ മാത്രമല്ലേ എനിക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതേ കണക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ആദ്യമേ നിങ്ങൾ സെറ്റ് ചെയ്താലേ എനിക്ക് വിളിച്ചിട്ട് ഇതേ കണക്ക് ലിവിങ് റൂമിൽ എല്ലാവരെയും എഴുതിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് ചെയ്യിക്കാൻ പറ്റൂ, അല്ലാതെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഷാനവാസിന് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അതെനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഇതേ കണക്ക് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ബിഗ് ബോസ് നിങ്ങളത് ആദ്യമേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നു. അതേ സമയത്ത് പിന്നെ നമ്മളെ കാണിക്കുന്ന ആദിലയും നൂറെ അതോടെ തന്നെ അനുമോളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവരധികമായിട്ട് സംസാരിക്കുന്ന ഇതേ കണക്ക് അനുമോളെ പറ്റിയുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോഴാണ് എല്ലാം മാറി കിട്ടിയത്, കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സപ്പോർട്ടുണ്ടെന്നും ഒരു സൈഡിലുണ്ടെങ്കിൽ ഷാനവാസിന് കോമഡി ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്ത സൈഡിലുണ്ടെങ്കിൽ ആദിലയും നൂറെ അതോടെ തന്നെ അനുമോളുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പാച്ചപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതും അനുമോളുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ട് വന്ന് ഇടയിൽ കയറി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുമായിട്ട് പിന്നെയും സെറ്റ് ആക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതും.